ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ബീഫ് ദം ബിരിയാണീൻ്റെ വീഡിയോ ആണ്. അതിന് വേണ്ടി ഒരു കുക്കറിലേക്ക് ഞാൻ 1.5 കിലോ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിരുന്ന ബീഫിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത പേസ്റ്റ്, 2 ടേബിൾ സ്പൂണോളം സവാള പൊരിച്ച ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി, കുറച്ച് പുതിന, കുറച്ച് മല്ലിച്ചപ്പ്, 2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു 10 വിസിലോളം കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. വിസിലും ആവിയും പോയതിന് ശേഷം തുറന്ന് നോക്കുക. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നല്ലോണം ബീഫ് വെന്താലേ നമുക്ക് അതിൻ്റെ സത്തൽ ബിരിയാണിക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ അതിനെ മാറ്റി വെക്കാം. എന്നിട്ട് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള സവാളയും കൂടി മസാല ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതും കൂടെ ഒന്ന് വാട്ടിയെടുക്കുക. ബാക്കിയുള്ള ചതച്ച പേസ്റ്റുകളും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 3 തക്കാളി അതും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ട് അതും കൂടെ നല്ലോണം വാട്ടിയെടുക്കുക. ഒരു കൈപ്പിടിയോളം മല്ലിച്ചപ്പ്, കുറച്ച് പുതിനയിലും കൂടെ ചേർത്ത് 1-2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ഇതും ഈ മസാല മിക്സിൽ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനെ നല്ലോണം അടച്ച് വെച്ചൊരു 5 മിനിറ്റോളം വേവിച്ച് കൊടുക്കുക. നല്ലോണം വാടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് പൊരിച്ച സവാളയും കൂടെ ചേർത്തിട്ട് അതും കൂടെ നല്ലോണം വാട്ടിയെടുക്കുക. അപ്പോൾ ഇതേപോലെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം 1/2 കപ്പ് കട്ട തൈര് ഒഴിച്ച് കൊടുക്കണം. ലാസ്റ്റ് ഒഴിച്ച് കൊടുത്താൽ മതി. കട്ട തൈര് അല്ലെങ്കിൽ മസാല നല്ലോണം വെള്ളമായിപ്പോൾ വന്നിട്ട് വേവിച്ച് വെച്ച ബീഫും കൂടെ ഇട്ട് കൊടുത്തിട്ട് മസാല റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഉണ്ടാക്കി വെച്ച റൈസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് പൊരിച്ച് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇങ്ങനത്തെ സാധനമെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പ്, 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഞാൻ 2 സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ 15 മിനിറ്റോളം ദമ്മ് തീ കത്തിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ആക്കുന്നുണ്ട്. 15 മിനിറ്റ് തീ ഇല്ലാണ്ട് വെക്കുന്നത്. അപ്പോൾ അടപ്പ് നല്ല ടൈറ്റുള്ള പാത്രമാണെങ്കിൽ അത് തന്നെ മതി. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫുൾ ഡീറ്റെയിൽ വീഡിയോ ചാനലുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.